മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് പാതിരാത്രി വരാൻ സാറേ, ഒരു കേസ് വന്നിട്ടുണ്ട്. തൽക്കാലം ഏതെങ്കിലും ഒരു സെല്ലാക്ക്. സെല്ലൊന്നും ഒഴിവില്ല സാർ, ഒരു സ്ത്രീയാണ്. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ശരി സാർ. എന്നെ കൊല്ലാൻ അവൻ വന്നത്. കൊല്ലാനോ? എന്തിന്? ഞാൻ ജീവനോടെ ഇരിക്കുന്നത് അവരുടെയൊക്കെ നിലനിൽപ്പിന് ഭീഷണിയാ. മനസ്സിലായില്ല. ഞാനും എന്റെ അനിയത്തിയും അച്ഛനും എന്ത് സന്തോഷമായിരുന്നു. സോഫ്റ്റ്വെയറുകളുടെ മാസ്മരിക ലോകത്ത് പുതിയ പരീക്ഷണങ്ങളുമായി ഞാൻ ബാംഗ്ലൂരിൽ. ഓരോ 3 മാസം കൂടുമ്പോഴും ഞാൻ നാട്ടിലെത്തും. അച്ഛനെയും അനിയത്തിയും കാണാനുള്ള കൊതിയോടെ. ശ്രീകൃഷ്ണപുരം വരെ പോണം. എന്താ പ്രശ്നം? നമ്മളാരാ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ? കുഞ്ഞേ, ദേ ഇവർ രണ്ടുപേരും കുറെ നേരമായി എന്റെ മോളെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ദേ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ആരും ഒന്ന് സഹായിക്കാൻ പോലും വന്നില്ല. എന്താ, ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടോ? അതേടാ, ഉണ്ടെങ്കിൽ വേണ്ട മോളെ, ഞങ്ങളെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എങ്ങനെയാലും ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഒരു പാവം പെണ്ണിനെ പന്ത് കെട്ടുന്ന കണ്ടിട്ട് തെരുവ് സർക്കസ് കാണുന്ന കൗതുകത്തോടെ വായും പൊളിച്ച് നോക്കി നിൽക്കുക. പേടിച്ചിട്ടാ മോളെ, ഇവരൊക്കെ ഇവിടുത്തെ വലിയവരുടെ മക്കളാ. തന്റെ ഭാര്യയ്ക്ക് പെണ്ണൊക്കെ ഗതി വന്നെങ്കിലോ? മുഖത്ത് മീശ വെച്ച് നടന്നാലൊന്നും ആണാവില്ലടോ. ഷൈൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ?
ദാ. ചേച്ചി എന്താടാ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? സുഖമായിരുന്നു? സുഖം. പിന്നെ വരുന്ന വഴിയിൽ ചെറിയൊരു ഇര കിട്ടി, ഒന്ന് കൊത്തി. ഒരു തമാശ. എന്താ മോളെ? വല്ല വേല ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലാതെന്താ? അല്ലൊരു ചില്ലറ വേലത്തരങ്ങൾ ഒപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അല്ല മോളെ? ആ ചെല്ലേ എന്നെ കുളിച്ച് വേഷം മാറ്റാൻ നോക്കേ. സുധിയെ ചേച്ചിക്ക് അറിയാലോ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് സുധിയെ ഇഷ്ടാ. എന്ത്? അമ്പടി കള്ളി, അപ്പൊ കാര്യങ്ങളൊക്കെ അതുവരെ എത്തിയല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും നേരത്തെ ചില ഹിൻസൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. ആട്ടെ, സുധിക്ക് നിന്നോടെങ്ങനെ? എന്തോ എനിക്കറിയില്ല. അയ്യടാ, ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടൊന്നും അറിയില്ലെന്നോ? എന്തോ എനിക്ക് ഈ റൊമാൻസിലൊന്നും വലിയ ത്രില്ല് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ മാധവ് മാഷിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എന്റെ സംശയം. ആ, എന്തായാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. മോള് ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്. എന്റെ കുട്ടിയെ വെറുതെ ചാടിക്കളിച്ചാണ് ഈ ഊർജം. ആ പാറത്തോ പറമ്പിൽ ഉപയോഗിച്ച അത്ര നന്നായിരുന്നു. ആ, അച്ഛനും ഇത് ബാധകമാണ്. ആ എന്നെ വിട്ടേക്കേ, ഞാൻ വയസ്സായില്ലേ. ചെറുപ്പക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അച്ഛ, ഈ ചേച്ചി സൂക്ഷിക്കണം. ബ്ലാക്ക് ബെൽറ്റാ. ഒന്ന് പോടി ഇവിടുന്ന്. പെൺകുട്ടികളായാലും അല്പം കരാട്ടൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഓ പിന്നെ വായിലെ നാക്ക് നന്നായ ഒരു ബെൽറ്റും വേണ്ട. അത് പണ്ട്. ഞാനും അത്ര മോശമൊന്നുമല്ല. ഓഹോ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് മുട്ടി നോക്കിയേ. ഓഹോ, പ്ലീസ് ചേച്ചി. അച്ഛാ, ഞാൻ ഇറങ്ങുന്നു. ആ മോളെ, നീ ഇറങ്ങാറായില്ലേ? ദാ ഇറങ്ങാ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നു. അച്ഛാ, ഞാൻ കോളേജിൽ പോവാ. അച്ഛാ, ഞാൻ ഇപ്പൊ പോവേ. അച്ഛാ. അച്ഛാ, ഞാൻ കോളേജിൽ പോകുന്നു. അച്ഛാ, ഞാൻ കോളേജിൽ പോകുന്നു. അച്ഛൻ എന്ത് കരുതിയാവോ? ഓ, അച്ഛന് ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ, നീ കയറടി. പിന്നെ എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. നീ കയറടി. ഓക്കെ. അമ്പലത്തിൽ വരുമാനമൊക്കെ എങ്ങനെ വേണോ? ശബരിമല സീസൺ അല്ലേ, കുഴപ്പമില്ല. ഓഹോ, അല്ല നമ്മുടെ മാധവ മാഷല്ലേ പോണേ? ഒരു 2 മണിക്കൂർ. 2 മണിക്കൂറോ? അല്ല, മണിക്കൂർ തന്നെയാണല്ലോ മിനിറ്റ് ആവുക. അതുപോലെ മിനിറ്റ് തന്നെ മണിക്കൂറാവുക. എടാ, വാക്കിൽ പഴവും നെല്ലിൽ പതിരൊക്കെ സർവ്വസാധാരണ അല്ലേ? ഇവരെ കൊട്ട അവിടെ നിൽക്കുന്ന ഒരു എനിക്കും തിരക്കണ്ടേ? മാഷേ, മാഷ്, ആ ഒരു 4 ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിക്കണമെന്ന് കരുതിയതായിരുന്നു. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല. അതുകൊണ്ട് പൈസയുടെ കാര്യമായിരിക്കും. തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, താൻ അതിനെ കുറിച്ചൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ലാന്ന്.
തന്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോട്ടോളൂ. അല്ല എന്നാലും അങ്ങനെ അല്ലല്ലോ. പിന്നെ കണ്ട സ്ഥിതിക്ക് മറ്റൊരു കാര്യം. എന്താടോ? അതായത് ഈ പലരും പറഞ്ഞു കേട്ടിരുന്നു. അല്ല, ആർക്കും വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. പക്ഷേ അതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? നേരെ കാര്യം ഒന്ന് പറ. നമ്മുടെ അനിത കുഞ്ഞ് ആ സുധീര വണ്ടിയുടെ പുറകിലെ ഒരു നാണമില്ലാതെ കളിച്ചിരിച്ച് പോകണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. ആ കാര്യം കൊണ്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആൾക്കാർക്കത് മതിയല്ലോ. അതെ അതെ. അച്ഛനത് ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, അനിതയും സുധിയൊക്കെ ആ പഴയ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന പ്രായക്കാരല്ല എന്ന് പറയായിരുന്നു. അച്ഛൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പ്രായത്തിന്റെ ഇത്തിരി കുസൃതിത്തരങ്ങളൊക്കെ കാണും എന്ന് കരുതി. ഒക്കെ ഈ അച്ഛനറിയാം മോളെ. എന്നും എനിക്ക് എൻ്റെ കുട്ടികളാ വരുന്നത്. പലരും രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചിട്ടും. അതൊക്കെ പോട്ടെ. അനിതയോടെ മോള് തന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ ഒരുത്തി ഇവിടെ ഇങ്ങനെ നിൽക്കേ. അതോർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. എന്റെ അംബിഷൻ അത് ഏറെക്കുറെ അച്ഛനും അറിയാലോ. അതിനുവേണ്ടി അവളെ വേദനിപ്പിക്കണോ? നീ ഈ പറയുന്ന അംബിഷൻസ് ഒക്കെ എനിക്കുണ്ട് മോളെ. ആദ്യം എന്നെ ഒരു കരക്കെത്തിക്കട്ടെ, പിന്നെയല്ലേ അനിത. അവള് പഠിക്കല്ലേ. സുധിയോടും നീ എന്നെ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചേ. എന്താ നിന്റെ ഉദ്ദേശം? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പ്രേമം നടിച്ചു വളച്ചൊടിച്ച് നശിപ്പിക്കാമെന്നോ? അതോ? ചേച്ചി, അത് ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നോക്ക്, ഇപ്പൊ വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമായെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഒരു ഉറപ്പ്, എന്തെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഒരു ഉറപ്പ് അത് ഞങ്ങൾക്ക് തരണം. ഒരു കാര്യം, അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് മിസ്യൂസ് ചെയ്യരുത്. ഇല്ല, ഒരിക്കലുമില്ല. എന്നെ വിശ്വസിക്കുക. ബി വെയിറ്റ്. അവളുടെ പഠിത്തം കഴിയട്ടെ, ഞാൻ നടത്തിത്തരാം നിങ്ങളുടെ വിവാഹം. കസ്തൂരി മഞ്ഞൾ തേച്ചും അഴകോടെ വന്നു നീയൻ വധുവായി മാറുവാൻ. മണിത്തിങ്കൾ തേരിറങ്ങിപ്പോരൂ കണിക്കൊന്ന പൂവിരിക്കും പെണ്ണേ. പൊന്നുള്ള
താളമിട്ട് പനിനീ കുടഞ്ഞതാരോ പുലർക്കാല മഞ്ഞുമഴയിൽ നാഗസ്വരം തകിൽ നീളം വേണം, 4 കൂട്ടം നിറസദ്യ വേണം. വായാടി പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞാൽ മന്ദം മന്ദം മണിയറ പോകണം. പകൽ പക്ഷി അവനൊരു കാലം പുഴയുടെ വേലിക്കാലം. പകൽ പക്ഷി അവനൊരു കാലം പുഴയുടെ വേലിക്കാലം. എന്താടാ മാക്കാനെ, എവിടെയും പോയില്ലേ? വെറുതെ കിട്ടിയ ചുണ്ണാമ്പ് തിന്നുമല്ലേ? ഇതെന്താ പിണ്ണാക്ക? ശരിക്കല്ലേ, പേടിയാവണു. എന്തോ ഇവനിന്ന് എവിടെയും പോയി കണ്ടില്ല. ഈ ഒരു ഇരിപ്പാ പാവം. അച്ഛനവിടെ മോളെ? പെൻഷൻ വാങ്ങാൻ പോയതാ. എന്തേലും വിശേഷിച്ച്? അതെ, മോളെ കാശൊന്നും അച്ഛനെ ഏൽപ്പിക്കണം കേട്ടോ. എന്നാ ബാംഗ്ലൂർക്ക് തിരിക്കണേ? ഈ ആഴ്ച തന്നെ പോണം, ലീവില്ല. നോർത്ത് ഇന്ത്യയിലെ വലിയൊരു കമ്പനിയുടെ കോൺട്രാക്ട് ഞങ്ങൾക്കാ. എന്നും ഈ കമ്പ്യൂട്ടറായിട്ട് ഊരി ചുറ്റി നടന്നാൽ മതിയോ? അച്ഛന് പ്രായം കൂടി വരികയല്ലേ. അതുകൊണ്ട് മോളി പിടിവാശിയൊക്കെ ഒന്ന് മാറ്റണം. അനിത കുഞ്ഞിന്റെ കാര്യം അറിയാലോ. അച്ഛൻ വന്നു. തനിക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ സമയം കിട്ടിയോ? ഒരു പെട്ടിക്കട തുടങ്ങിയപ്പോഴേ ഇങ്ങനെ. ഈ കണക്കിന് കാര്യമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങിയാ തന്റെ പൊടി പോലും കാണാൻ കിട്ടില്ലല്ലോ. രാമണ്ണേട്ടിന്റെ അച്ഛന്റെ കാശായിട്ട് വന്നാ. അതവിടെ വെച്ചേക്ക് മോളെ. ഇതിവിടെ കൊണ്ട് എത്തിക്കാൻ ഞാൻ ഇയാൾക്ക് ഉറക്കം വരുന്നുണ്ടാവില്ല. പിന്നെ താൻ സുമതിയോടും കുട്ടികളോടും വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറയാ. പറയാം, പക്ഷെ കടയിൽ ആളില്ല. എന്നിട്ട് പുറത്തോട്ട് പോടാ. എങ്ങനെ പ്രേമം തലയ്ക്ക് പിടിച്ചെന്നാ തോന്നുന്നേ. ഒന്ന് പോടി. നീ നിർത്തിയോ? ഇവളുടെ കാര്യം പോക്കാ. വാടാ. ഒന്ന് വേഗം വാ. ഒന്ന് വേഗം നടക്കുന്നേ. എന്നെ കളിയാക്കൊന്നും വേണ്ട. കുറച്ചു കഴിഞ്ഞാ കളിയൊക്കെ കാര്യമാവാൻ പോണല്ലോ പെണ്ണെ. ഒന്ന് പൊടി പ്ലീസ്. ഒരു 5 മിനിറ്റ്. ചെറുക്കനെ കാണാൻ പെണ്ണിന്റെ ചങ്കിടിപ്പോ. ദാ ഇപ്പൊ തന്നെ സമയം എത്രയെന്നറിയോ? ഒടുക്കത്തൊരു മിനിക്കും കൂട്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. കെട്ടിയിട്ടില്ല, അതിനു മുമ്പ് കയറി പരിചയക്കല്ലേ. നടക്കട്ടെ നടക്കട്ടെ. താങ്ക് യു. ഇത് വല്ലാത്ത കഷ്ടം തന്നെ. പ്രോഗ്രാം സ്ഥലത്തേക്കുള്ള ദൂരം ആലോചിക്കുമ്പോഴാ. വണ്ടിക്കരുത്. പ്രോഗ്രാം നേരത്തെത്തില്ലെങ്കിൽ നാട്ടുകാർ തല്ലും. അതിപ്പോ പ്രോഗ്രാം നടത്തിയാൽ അതൊക്കെ തന്നെ സ്ഥിതി. നിർത്ത്. ഇതങ്ങനെ സ്റ്റേജ് നല്ലോണം ചെയ്തെങ്കിൽ 10 പ്രോഗ്രാം കിട്ടിപ്പോയനെ. കഞ്ഞി കുടിക്കാമായിരുന്നു. സ്വയം പോകട്ടല്ലേ. ഒന്ന് ക്ഷമിയിടോ. ഞാൻ ക്ഷമിക്കാം, പക്ഷെ സംഘാടകർ ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. പ്ലീസ് ഒരു മിനിറ്റ്. ഒന്നിങ്ങി കാണാൻ ഇവനുടെ പെണ്ണിങ്ങി വന്നെങ്കിൽ ഇങ്ങനെയുണ്ടോ പെണ്ണിന് മാത്രമായാണുങ്ങൾ. രാത്രി നേരത്തും രാവിലെ നേരത്തും ഉച്ചക്ക് ഇറക്കിലും ഒറ്റയ്ക്ക് ചെല്ലുന്നു. എന്റെ പെണ്ണേ വാ, എന്റെ മുന്നിലൊന്ന് വാ. യാത്ര അയക്കാൻ അങ്ങയുടെ പ്രേസി വന്നില്ലെങ്കിൽ നമ്മളിന്ന് പരിപാടിക്ക് പോകുന്നില്ലേ? ഇല്ലെങ്കിൽ കോട്ട് കൈ. ടീം മാനേജർ ആയാലും ഇങ്ങനെ തന്നെ വേണം. അനിത വന്നോ?
നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എങ്ങനെയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ? അങ്ങോട്ടതും നമ്മളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ കഥയിലെ നായിക അനിത. അടിക്കുമ്പോ ഞാൻ പറയുന്ന പോലെ അടിക്കേണ്ടത്. അനിത ചെയ്ത മെല്ലെ മെല്ലെ, മന്ദം മന്ദം, പതുക്കെ പതുക്കെ. എങ്ങനെ അനിതങ്ങ് മന്ദം മന്ദം കടന്നു വരികയല്ലോ. മെല്ലെ മെല്ലെ. അതാ കിടന്നു വരികയാണ് നമ്മുടെ കഥാനായിക. പ്രേമം നിന്നിൽ രോഗം കൂട്ടി പ്രേമി മുന്നിൽ കാണാറായി, സ്നേഹം നിന്നിൽ കൂടാനായി വേഗം വന്നു നിന്റെ ഡാർലിംഗ്. പോകുന്നു പൊന്നു മോനെ, കാണൂ നിന്റെ പഞ്ചാര. പോണം നമ്മൾ പ്രോഗ്രാമിൽ, പാടൂ കൂട്ടുകാരെ. ഇവനാണോ നമ്മ പാരാ, പാടൂ കൂട്ടുകാരെ. ഇവനാണോ നമ്മ പാരാ, പാടൂ കൂട്ടുകാരെ. ഇവനാണോ നമ്മ പാരാ, ഒന്ന് പാടൂ കൂട്ടുകാരെ. കുറച്ച് ദൂരെ പ്രോഗ്രാം, 2 ദിവസം കഴിഞ്ഞു വരും. സോറി മോളെ, ഒന്ന് കേറ് മോനെ, പ്രേമത്തിൽ കണ്ടുവല്ല നിന്റെ തീനെ. ഇനി ദുഃഖിച്ച് കാണല്ലേ നീ, ഇന്ന് സ്വപ്നത്തിൽ കണ്ടീര മോനെ. പ്രേമമെന്ന ലേബലിൽ കാത്തിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ. ദിവ്യമാം 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 കോളേജിലേക്കാണെങ്കിൽ കേറിക്കോ കുട്ടിയെ, ഞാൻ കൊണ്ടാക്കി തരാൻ. പേടിക്കണ്ടെങ്കിൽ കേറിക്കോ. ഹലോ, ഇപ്പൊ ക്വാറന്റൈനല്ലോ. നിങ്ങളിത് എവിടെ പോയി കിടക്കുന്നു? നമ്മളിതുപോലെ ഒരു സഭ കൂടിയിട്ട് എത്ര കാലായി? തന്നെ പോലാണോ ഞാനും മന്ത്രിയൊക്കെ? ഞാൻ ഈ നാട് ഭരിക്കുന്ന മന്ത്രിയാ. ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാ പ്രതിപക്ഷത്തിന്റെ, മന്ത്രിസഭയിലെ ഘടകകക്ഷികളുടെ. കൊല്ലൊഴിഞ്ഞ നേരമുണ്ടോ? ഈ എന്നെ മാറ്റാൻ വരെ ചരടുവലിയും പാർവയ്പോ. ഓ, ഈ മന്ത്രിപ്പണി എന്ന് പറഞ്ഞാൽ മലമറിക്കണ പണിയല്ലേ. നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കുന്നു. തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലടോ ഇതിന്റെ ഒരു ടെൻഷൻ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കായ് എണ്ണി വാങ്ങി പോക്കറ്റിൽ വെക്കുമ്പോ ഒരു ടെൻഷനും ഇല്ലല്ലോ? ചുമ്മാതല്ലോ താൻ കാശ് തരുന്നത്. അത് ശരിയാ, കായ് എത്ര വേണമെങ്കിൽ ചെലവാക്കാം, ഞമ്മക്കൊരു മടിയില്ല. പക്ഷെ 10 വെച്ചാ 100 കിട്ടണം. ഇതെന്താ പൂരപ്പറമ്പിലെ കിലുക്കി കുത്തോ? എന്താ പെരുത്ത് സംശയം? ഞമ്മള് കളി തുടങ്ങിയത് പൂരപ്പറമ്പിന്നാ. കളിച്ച് കളിച്ച് നമ്മൾ ഇവിടം വരെ എത്തി. 4 ചക്രം കയ്യിലുള്ളത് കൊണ്ട് എന്നെ മന്ത്രിയൊക്കെ ഭരിക്കാൻ കഴിയുന്നുണ്ടല്ലോ തനിക്ക്. അത് ഞമ്മക്ക് പെരുത്ത് പിടിച്ച്. ഇതുകൊണ്ടൊന്നും കാര്യമായില്ല എന്റെ ഖാദറെ. തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും വേണ്ടടോ കമ്മീഷണറെ? പിന്നെ വേണ്ടാതെ. അപ്പൊ തനിക്ക് മനസ്സിലായി, പക്ഷേ കോയയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എടോ, കോടികളുടെ കരാറാ ഞാൻ ചുളിവിൽ തനിക്ക് ഒപ്പിച്ചു തന്നത്. അതിന്റെ പതിവ് നടപടികളൊന്നും കാണുന്നില്ല. അങ്ങനെ വായിക്കുവാ, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നല്ല കിളി പോലുള്ളൊരു സാധനം, അസല് ലിംഗണ തങ്കം. പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? ഉടനെ ഏർപ്പാടാക്കടോ. നിങ്ങളൊന്ന് സബൂറാക്കിനേ. ഈ കോയല്ലേ പറയണേ നമ്മളെ ഏറ്റൂന്ന്. ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല അല്ലേ പഞ്ചപാണ്ഡവന്മാരെ? ധർമ്മശോഷണം സംഭവിക്കുമ്പോൾ തിരകളിൽ ചോര തിളയ്ക്കുന്നതല്ലേ നിങ്ങളുടെ പാരമ്പര്യം? എന്തേ അസ്ത്രത്തിന്റെ മുന ഒടിഞ്ഞോ? അതോ വാക്കുകളുടെ മൂർച്ച കുറഞ്ഞോ? എടോ പരമനാറി ദിനേശ, പ്രതികാരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല. പഞ്ചപാണ്ഡവന്മാരുടെ 10 കരങ്ങൾ ഒരുമിച്ചാൽ താൻ മാത്രമല്ല, തന്റെ കൊട്ടാരമുണ്ടല്ലോ ഒരൊറ്റ നിമിഷം കൊണ്ട് ശാമ്പലാക്കി കളയും. മനസ്സിലായോ ദിനേശ? പക്ഷേ ഈ പാഞ്ചാലി ഇവളിപ്പോ എനിക്ക് സ്വന്തം. കളിയിൽ ജയിച്ചു കിട്ടിയ തങ്കം.
ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. വാടിയോടെ എന്റെ പൊന്നനുജന്മാര് ഭീമ, അർജുന, സഹദേവ, നകുല, പഞ്ചപാണ്ഡവരിൽ അഗ്രജനായ ധർമ്മപുത്രരാണ് ഈ പറയുന്നത്. ഈ ചേട്ടന്റെ ധർമ്മസങ്കടത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. കളിച്ചു, കളിയുടെ ലഹരിയിൽ ഞാനെല്ലാം മറന്നു. പാഞ്ചാലിയെ ഞാൻ പണയം വെച്ചു, നിങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കാതെ. തെറ്റാണ് ഈ വലിയേട്ടൻ ചെയ്തത്, വലിയ തെറ്റ്. കുലമകയുടെ അന്തസ് കാക്കാൻ എന്റെ പൊന്നനിയും മർത്തം സംയമനം അത് പാലിക്കണം. പോയി ഡല ഓടിക്കണം. ഭഗവാൻ കൃഷ്ണന്റെ കൃപകടാക്ഷത്ത് നമ്മുടെ ധർമ്മപത്നിക്ക് ഒരു കളങ്കം ഏൽക്കില്ല. വിശ്വസിക്കുക. കഥാപാത്രം ധർമ്മത്തെ മുറുക്കെ പിടിക്കുക. പിടിക്ക്. എന്റെ അമ്മ, ഐ വിൽ നോട്ട് അഡ്മിറ്റ്. എന്ത് തോന്നിവാസമാണ് വല്യേട്ടനെ പറയുന്നത്? ഈ പന്ന റാസ്കൽസിന്റെ ചെയ്തികൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനോ? വില്ലാളി വീരന്മാരായ മഹാരഥന്മാരെയും അതിരഥന്മാരെയും അതിജയിച്ച ഈ പാഞ്ചാലി എന്റെ സ്വന്തമായത് ഒടുവിൽ പെറ്റമ്മയുടെ വാക്ക് പാലിക്കാൻ എല്ലാവർക്കുമായി പങ്കുവച്ചു. അത് ഞാൻ സഹിച്ചില്ലേ? സ്മരണ വേണം, സ്മരണ. ബട്ട് ദിസ് നോ, എന്നെ കൊണ്ടാവില്ല. മോനെ ദിനേശ, ക്ഷമിക്കേ, പറ്റിപ്പോയി. എല്ലാം ചേട്ടന്റെ തെറ്റ്. ആവേശത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും മോശമല്ല എന്ന് അനിയൻ അറിയാലോ. അനിതേന്ദ്രൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സുധി എവിടെ? എനിക്കൊന്ന് കാണണം. വേണ്ട, ഇപ്പൊ സുധിയെ കാണണ്ട. അതെന്താ? അതിന് മാത്രം എന്താ ഇവിടെ ഉള്ളത്? അതിപ്പോ എന്താ പറയുക? അയ്യോ, അങ്ങോട്ട് പോലെ, അവിടെ വസ്ത്രാക്ഷേപം നടക്കുക. ഈ അവസ്ഥയിൽ എനിക്ക് വേറെ ആരുമില്ല. എന്നെ ഉമ്മ വയ്ക്കുവാൻ ചാഞ്ചക്കം ചാൻ പാടുവാൻ മടിച്ചിട്ട് പോവാ നിന്നെ മഞ്ചലേക്കിടാം മാമാകും പൂരബീളമാ നീയാണ് സോനാലി ബാന്ദ്ര എന്തോ നായിന്നിത്ര ജാട ഷാറുഖും സച്ചിനും വേണ്ടേ വേണ്ട എന്നെ ഉമ്മ വയ്ക്കുവാൻ ചാഞ്ചക്കം ചാഞ്ഞു പാടുവാൻ കോട്ടയിൽ രാവുരുക്കും കൊയ്രാലപ്പെൻ കൊടിയോ കൂടുവച്ചു കൂട്ടി ചേർത്തടച്ചു നിന്നെ ഞാൻ എന്നെ സ്വന്തമാക്കും കൂടുവച്ചു കൂട്ടി ചേർത്തടച്ചു നിന്നെ ഞാൻ എന്നെ സ്വന്തമാക്കും പോവാടിൽ പൊയ്ക്കോടി മുമ്പേ ബൈ ബൈ എന്നെ ഉമ്മ വയ്ക്കുവാൻ ചാഞ്ചക്കം ചാഞ്ഞു പാടുവാൻ വാൻകൂടിൻ നിഴൽ ചിത്രമോ കാറ്റിൻ സിംഫണിയോ കമ്പ്യൂട്ടർ കാമുകിയോ വെബ്സൈറ്റിൻ വിസ്മയമോ പാടാ പാട്ടു പാടി പാട്ടി ചെയ്തൊടുങ്ങി നിന്നെ ഞാൻ എന്റെ കൈക്കലാക്കും പാടാ പാട്ടു പാടി പാട്ടി ചെയ്തൊടുങ്ങി നിന്നെ ഞാൻ എന്റെ കൈക്കലാക്കും പോവാടിൽ പൊയ്ക്കോടി മുമ്പേ ബൈ ബൈ
വിളിക്കുവാൻ ചാഞ്ചക്കം ചാഞ്ഞു പാടുവാൻ വടിച്ചിട്ടേവാ നിന്നെ മഞ്ചലിക്കിടാം മാമാങ്കും പൂരമേളമാ നീയാണ് സോനാലി വാന്ദ്ര എന്തോന്നാ ഇന്നിത്ര ജാട ഷാറുഖും സച്ചിനും വേണ്ടേ വേണ്ട എത്ര പെട്ടെന്ന് 2 ആഴ്ച കഴിഞ്ഞത്. ചേച്ചിനി എന്നാ? എന്താ മോളെ ഇങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ അടുത്ത മാസം ഇങ്ങെത്തും. പോട്ടെ ആന്റി, അച്ഛാ, പോട്ടെ മോളെ. മക്കളൊക്കെ ഉറങ്ങിയോ? അച്ഛന്റെ വരവും കത്ത് രണ്ടുപേരും ഉറങ്ങാതെ കിടക്കുക. എനിക്കറിയാം, ഞാൻ വരാതെ എന്റെ മക്കൾ ഉറങ്ങൂല എന്ന്. അയ്യോ, ഞാൻ മറന്നല്ലോ മോളെ, നാളെ കൊണ്ടുവരാം. മോർക്കതേ ഇതാപിടി എന്റെ മോനില്ലാതെയാണോ? നാളെ അച്ഛൻ മറന്നെന്ന് പറയോ? ഇല്ല മോളെ, നാളെ എന്തായാലും അച്ഛൻ പാസ്സാരം കൊണ്ടേ വരൂ. ഇനി മക്കൾ പോയി കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ചെല്ല് ചെല്ല്. ചിന്നുമോൾ ഇങ്ങനെ കൊതിപ്പിക്കണോ? സുമതി, ഒന്നും ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, മറന്നിട്ടുമല്ല, എന്നെ കൊണ്ട് കഴിയണ്ടേ. പട്ടണിയും പരിവട്ടമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അതും ആ മാധവ മാഷ കനുകൊണ്ട. മക്കൾ വല്ലതും കഴിച്ചോ? ഒന്നും മിണ്ടാതിരി മനുഷ്യ, മക്കളോടുള്ളൊരു സ്നേഹം. നിങ്ങൾക്ക് വല്ലതും വേണം കഴിക്കാൻ വാ, എന്നിട്ട് വേണം എനിക്കൊന്ന് കിടക്കാൻ. ഞാൻ കുറച്ചു നേരത്തെ ഭക്ഷണം കഴിച്ചതാ. പിന്നെ നീ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട കേട്ടാ, തണുക്കും. മനുഷ്യ ഹലോ, അതെ, അനിത ഫസ്ലിയേ? ഓഹോ, എവിടെയാന്നാ പറഞ്ഞേ? കെയർവെൽ ഹോസ്പിറ്റൽ. ശരി, അറിയിക്കാം. ഓക്കെ. രാവുണ്ണേട്ടാ, എന്താ? അച്ഛന് സുഖമില്ലാതെ കെയർവെൽ ഹോസ്പിറ്റലിലാ. രാവുണ്ണേട്ടൻ ഒന്ന് കൂടെ വരണം. ഇപ്പൊ വരാം. എന്ത് പറ്റിയാവോ ഈശ്വര? അച്ഛനകത്തുണ്ട്, മയക്കത്തില്ല. ചെല്ല്. കുട്ടി മാത്രം പോയാ മതി, അധികാരം അകത്തേക്ക് വരണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒന്ന് കണ്ടു. നിങ്ങളോടല്ലേ പറഞ്ഞത്? എന്റെ അച്ഛൻ എവിടെ? അച്ഛനോ? ഏതച്ഛൻ? ഈ പേടിക്കണ്ട കുട്ടിയെ, ഞമ്മളൊക്കെ എന്റെ അച്ഛനെ പോലുള്ള മനുഷ്യന്മാരാ. വാമോ, ഇതാരും അറിയാൻ പോണില്ല. പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്.
അന്റെ മേത്ത് നമ്മൾ കൈവച്ചിട്ടേ ഉള്ളൂ. അതിന് ഈ ഞമ്മടെ മേത്ത് ചെരുപ്പോണ്ട് വെച്ച് അത് നമ്മൾ മറക്കൂല മോളെ. അല്ല, എന്തോ ഒരു കോളുണ്ടല്ലോ, പ്രോട്ടോകോൾ. അത് തെറ്റിക്കണ്ട. ആദ്യം മന്ത്രി, പിന്നെ കമ്മീഷണർ, ഒടുക്കൻ ഞമ്മ. എന്ത് പറ്റി മോളെ? എന്താ ഇവിടെ നടന്നൊന്നും നീ കണ്ടിട്ടില്ല, നീ ഒന്നും അറിഞ്ഞിട്ടില്ല, മനസ്സിലായോടാ? മോളെ, എന്ത് പറ്റി മോളെ? നിനക്ക് സുഖമില്ലേ? സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ശമസ്വജഗൽപദേ ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യപ്രഭം രാമം കരസാരസയുഗസ്തു ദൃശ്യശരശാപം കരുണാകരം കാളജലദാഭാസം രാമം കനകരുചിരദിവ്യാംബരം രമാവാരം കനകോജ്വലരത്നകുണ്ഡലാഞ്ജിതഗന്ധം കമലദളലോല വിമല വിലോചനം കമലോത്ഫലകം മനസാ രാമമീഢേ പുരതസ്ഥിതം സാക്ഷാധീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യദാനും പിന്നെ ലോകേശ്വരനാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമമനയായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചീടിനാള. മോളെ, വാതിൽ തുറക്ക്. നിനക്ക് കാണണ്ടേ? നീ വരാൻ വേണ്ടി കാത്തിരുന്നതാ. മോളെ, വാതിൽ തുറക്ക്. മോളെ, വാതിൽ തുറക്ക്. വേണ്ട, തുറക്ക് മോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ?
മായാത്തൊരോർമതൻ പൂഞ്ചിമേ മൗനവും ഞാനും മാത്രമായി മായാത്തൊരോർമതൻ പൂഞ്ചിമേ മൗനവും ഞാനും മാത്രമായി വാത്സല്യം ചുരത്തിയ പാൽനുരയിൽ തോരാത്ത കണ്ണീരിൻ കടൽത്തിരയാ നീ നനഞ്ഞ മഴനിലാവ് പെയ്തു തോരുമോ ചിറകുടിഞ്ഞ പറവ വീണ്ടും പാറിയെത്തി